ഹായ് ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 4:30 ആവാറായി. നമുക്ക് 5 മണിക്ക് ഒരു എയർപോർട്ട് ഉണ്ട്. അപ്പോൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീട്ടിലിപ്പോൾ അമ്മ ഒരു ചായ ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ ചായ കുടിച്ചിട്ട് ഇങ്ങനെ പുറത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം അങ്ങനെ 5:15 തന്നെ ഞങ്ങൾ ഇറങ്ങി. നമ്മളിന്ന് ഓട്ടം പോണത് ഈ ബ്രസി ആയിട്ടാണ് കേട്ടോ. തൃശ്ശൂർ വഴിക്കാണ് നമ്മളിന്ന് എയർപോർട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചൂണ്ടൽ സിഗ്നലിലാണ് ഇപ്പോൾ ഉള്ളത്. പോകുന്ന വഴിക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള ചായക്കടയിൽ കയറിയിട്ടാണ് ചായ കുടിച്ചത്. നമ്മുടെ പഞ്ചാബി സമൂസയും ഒരു ചായയാണ് ഞാൻ അവിടെ നിന്ന് കുടിച്ചത്. നമ്മുടെ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സമയം അങ്ങനെ 8:15 തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. എയർപോർട്ടിൽ ഇപ്പോൾ ആളെ ഇറക്കിയിട്ട് ഞാനിപ്പോൾ അതേ തിരിച്ച് ഗുരുവായൂർക്ക് പോവാണ്. ഇന്ന് എയർപോർട്ടിൽ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡിപ്പാർച്ചറിൻ്റെ അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്താണി നോക്കിയിട്ടാണ്. നമ്മുടെ അങ്കമാലിയിൽ നിന്ന് വരുന്ന വഴി കുറച്ച് കുണ്ടും കുഴി ആയതുകൊണ്ട് നമ്മൾ അത്താണിയിലാണ് വന്ന് കയറിയത്. ഇനി അത്താണിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അങ്കമാലി തൃശ്ശൂർ അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയ പോലെയല്ല തിരിച്ചു വരുമ്പോൾ നല്ല ബ്ലോക്കാണ്. അങ്കമാലിയിലും ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചിറങ്ങരയൊക്കെ എത്തിയപ്പോൾ പിന്നെയും ബ്ലോക്കായി. ചിറങ്ങര തൊട്ടിട്ട് നമ്മുടെ കൊരട്ടി സിഗ്നൽ വരെയാണ്. ഇപ്പോൾ ഈ കൊരട്ടി എത്തുന്നതിന് മുന്നിലുള്ള ആര്യാസാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിലെ ട്രാക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ആവുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ഒട്ടും മൂവ് ആവാതെയാണ് നിൽക്കുന്നത് കേട്ടോ. 2 കിലോമീറ്ററോളം ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ട്. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊരട്ടി സിഗ്നൽ വരെ വണ്ടികൾ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. സമയം 10:50 ആയപ്പോൾ തന്നെ തിരിച്ച് നമ്മൾ ഓട്ടം പോയ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടോ. അങ്ങനെ വണ്ടി അവരെ വീട്ടിൽ കയറ്റിയിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. കാഴ്ച ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഓട്ടത്തിൽ കൂടെ കാണാം.